ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. അതിനേക്കാളും അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് രസമുള്ളൊരു സ്ക്രിപ്റ്റാണ്. നമുക്ക് അടുത്ത കാലത്ത് നിന്ന് ഇങ്ങനെ വേറൊരു പെർഫോമൻസ് ഭയങ്കര. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സിനിമയുടെ എനിക്ക് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. മനോജിൻ്റെയൊക്കെ വിനോദിൻ്റെയൊക്കെ ഭയങ്കര രസകരമായിട്ട് തിയേറ്ററിക്കലായിട്ട് വേറൊരു ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കാരണം നമ്മളൊരു എന്താ പറയുക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൽ നിന്നും പിന്നെ ഒരു സിനിമയിൽ അഭിനയം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതും ലോഹി സാറ് ഡബ്ബിങ്ങിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ലോഹി സാറിൻ്റെ മകൻ ക്യാമറ, ലോഹി സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ഷൻ. അപ്പം ആ ഒരു വഴിയിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തുന്നു. സിനിമ കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന കണക്ക് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. കാരണം ഇതൊരു പെരുമഴക്കാലത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പം സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എന്താ പറയുക, മഴയത്ത് നമുക്കൊന്ന് തണുത്ത് അല്ലെങ്കിൽ ഭയന്ന് അല്ലെങ്കിൽ ആകാംക്ഷയോടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയായിരിക്കും. ഒരു തിയേറ്റർ വാച്ചാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. നാച്ചുറൽ ആക്ടിങ് ആൻഡ് നാച്ചുറലി ടേക്ക്. എല്ലാവർക്കും പറ്റിയൊരു സിനിമയാണ്. കൊച്ചു സിനിമ, നല്ല സിനിമ. അപ്പോൾ ആശാ എന്ന് പറയുന്ന നടിയെ നമുക്ക് മലയാളത്തിന് ശക്തമായ ഒരു നടിയെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. മൂവിയാണ് ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു അടിപൊളി പടം അങ്ങനത്തെ മൂടൊരു പടമല്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു പടമാണ്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ട ഒരു സാധനം. കാരണം ആശ ചേച്ചീനെ നമ്മൾ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളതൊക്കെ ആളുടെ ഏജിലുള്ള ക്യാരക്ടേഴ്സിന് മാത്രമാണ്. ഇപ്പോൾ ശരിക്കും ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ആൾ നടത്തത്തിലും സംസാരത്തിലും ആക്ടിവിറ്റീസിലും ഒക്കെ ആ ഒരു സാധനം മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ട്. അത് നല്ല നൈസായിട്ട് തോന്നി. പിന്നെ ഗോകുലൻ ചേട്ടന് ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആൾക്കാണെങ്കിലും ഒരുപാട് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉള്ള ഒരു തരം ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ എനിക്ക് മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ട ഒരു സാധനം മ്യൂസിക് ആൻഡ് സ്കോർ. വിജയ് ജേക്കബ് ആക്ടറുടെയാണ്, ആളാണ് ചെയ്തിട്ടുള്ളത്. നല്ലതായിട്ട് തോന്നി. നല്ലൊരു നമ്മൾ തിയേറ്ററിൽ ഇത്ര ചൂടത്തുനിന്ന് നമ്മൾ അകത്ത് കയറി ഇരിക്കുന്ന സമയത്ത് ഫുള്ള് നമുക്കൊരു മഴ പെയ്യുന്ന ആ ഒരു ഫീൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും ചെറിയ ചെറിയ മോനെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാത്തവർ വീണ്ടും കണ്ടവർ വീണ്ടും ഒന്നുകൂടെ കണ്ടാൽ വളരെ സന്തോഷം. അതെ അതെ അതെ. ഓളെ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ പോകണ്ട, അപ്പം അമ്മയുടെ സിനിമയ്ക്ക് പോരെ. പേഴ്സണലി എന്നെ അതിനകത്ത് ഞാൻ കണ്ടേയില്ല. എൻ്റെ ഒരു രൂപമോ ഭാവമോ സ്വഭാവമോ ഒന്നും ഉള്ളൊരു ക്യാരക്ടറല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ ഏറ്റവും ദൈവത്തിന് ആദ്യം നന്ദി. അതുപോലെ തന്ന ഡയറക്ടറിനും അതുപോലെ KSFDCക്കും എല്ലാവരും അംഗീകരിച്ചാലേ ഒരാൾക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ സിനിമയിൽ. ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ടെങ്കിലേ നടക്കുള്ളൂ. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെയാണ്. എന്തായാലും സന്തോഷമുണ്ട് എല്ലാവരും തിയേറ്ററിൽ വരിക, ഈ സിനിമ കാണുക. നിങ്ങളെല്ലാം ഉപരി ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം വനിത അതുപോലെ ഒരുപാടുപെട്ട ഓരോ സംവിധായകർ ആർട്ടിസ്റ്റാണ് സ്പർദ്ധയുടെ ഭാഗമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിനെ നമ്മളെന്തായാലും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പ്യുവർലി ഇതൊരു ഗവൺമെൻറ് സിനിമയാണ്, ഗവൺമെൻറ് സിനിമയാണ്. ഇന്ത്യയിൽ വളരെ ചുരുക്കം ഗവൺമെൻറ്റുകളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽപ്പെട്ടൊരു പദ്ധതി പ്രകാരമുള്ള സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ സപ്പോർട്ടിന് കൂടി ഇത്തരത്തിലൊരു ഗവൺമെൻറ് പദ്ധതി സപ്പോർട്ട് ചെയ്യുന്നു. സിനിമകൾ പാരലൽ സിനിമ എന്ന രീതിയിൽ മാറ്റി നിർത്തലുകളുണ്ട്. കാരണം ഇപ്പോഴാണ് നിങ്ങൾ അരിക് ഈ സിനിമ അതുപോലെ ശരണ്യ ചെന്നി സിനിമയൊക്കെയാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അത്തരത്തിലൊരു മാറ്റി നിർത്തൽപ്പെടൽ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ ഈ ഇത്തരത്തിലുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയെയും ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഇതിൻ്റെ കൂടെ ഈ പദ്ധതി പ്രകാരം ചെയ്ത ജലകന്യ പോലുള്ള മറ്റ് സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. കാര്യം ഇത് ഡെബ്യൂ ചെയ്യുകയും ഇതിൻ്റെ ഒരു ലുക്സും നടപ്പും എല്ലാം വ്യത്യസ്തമാണ്. അതിനിപ്പോൾ മനസ്സിലായില്ലേ. അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ ഷൂട്ട് 17 ദിവസം, മാക്സിമം 18 ദിവസം പൂർത്തീകരിച്ചില്ല, അത്ര കുറവായിരുന്നു. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മളിതെല്ലാം ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു വലിയ ടാസ്ക്കായിരുന്നു. ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇത്രയും നല്ലൊരു സിനിമ
ചെയ്യാൻ സാധിച്ച മനോഹരൻ്റെ ആദ്യം നന്ദി പറയണം. ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്ത് മനോഹരൻ്റെ ആ ഒരു ലീഡിങ് കപ്പാസിറ്റിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. പിന്നെ KSFDC ഇതുപോലൊരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്നത്.